ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ജീവിക്കും. ഭർത്താവിന് വേണ്ടി ജീവിക്കണ്ട. ജീവിതം ആർക്കാണ്? അള്ളാഹുക്ക് വേണ്ടിയാണ്. അള്ളാഹുക്ക് വേണ്ടി ജീവിക്കുക. പക്ഷെ ഭർത്താവിന് ഖിദ്മത്ത് എടുക്കണം, ഉമ്മാനെ നോക്കണം, അപ്പാനെ നോക്കണം, മക്കളെ നോക്കണം. ഇതൊക്കെ നമ്മുടെ ടാസ്കുകളാണ്. പക്ഷെ ജീവിക്കുന്നത് ആർക്കാണ്? അള്ളാഹുക്ക് വേണ്ടിയാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയണം. അപ്പം നമ്മൾ പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുക, അങ്ങനെയല്ല. അതും എല്ലാവരും ഇങ്ങനെ തന്നെ, ലോകത്തെ എല്ലാ മനുഷ്യരും ചെയ്യുന്ന പണിയാണ്. മുഅ്മിൻ അങ്ങനെയല്ല. ഞാൻ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. പക്ഷെ എൻ്റെ കുട്ടികളെയും മക്കളെ ഞാൻ നോക്കണം, അതെൻ്റെ ബാധ്യതയാണ്. പക്ഷെ എൻ്റെ ജീവിത ലക്ഷ്യമാരാണ്? അള്ളാഹുവാണ്. അപ്പോഴേ ആ ഒരു ലക്ഷ്യത്തിന് ജീവിക്കുമ്പോഴേ ഹൃദയത്തിനൊരു ജീവൻ ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? സമ്പത്തിന് വേണ്ടി ജീവിക്കേണ്ട, സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ജീവിക്കേണ്ട. ചിലരങ്ങനെ കുറേ കാലം, ഞാൻ ഇപ്പം ഇത്രയും കാലം പണിയെടുത്തിട്ട് ഇന്ന ഒരു സെക്രട്ടറി ആക്കിയിട്ടില്ലല്ലോ, ഇന്ന പ്രസിഡന്റ് ആക്കിയിട്ടില്ലല്ലോ, അതിനൊന്നും ജീവിക്കേണ്ട. അതിപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ല, അപ്പോൾ കിട്ടിയത് പിടിച്ച് വാങ്ങിയെന്ന് വരും, അപ്പോൾ നമ്മൾ വിചാരിക്കാത്തവർ കൊടുത്തുവെന്ന് വരും. അങ്ങനെയൊന്നും വിഷയമല്ല. അതൊക്കെ ദുന്യാവിൻ്റെ ചില തർത്തീബുകളാണ്. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിനുള്ളിൽ അള്ളാഹുവാണോ? ഞാൻ അള്ളാഹുക്ക് വേണ്ടി ജീവിക്കുകയാണ്. എനിക്കെൻ്റെ പടച്ചോനെ ചെന്ന് കാണണം, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കണം,